ഹലോ, ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റിൽ ചക്കട തയ്യാറാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ചക്ക നല്ല പഴുത്ത വരിക്കച്ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മിക്സിയിൽ അടിച്ചെടുക്കുക. വേവിക്കൊന്നും വേണ്ട, നേരെ തന്നെ ചക്ക മിക്സിയിൽ അടിച്ചെടുത്ത് 1 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് ചേർക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ശർക്കര ഉരുക്കി ഇതിലേക്ക് ഒഴിച്ച് കുഴയ്ക്കുക. ഇനി തേങ്ങ, 1/4 മുറി തേങ്ങ. അധികം തേങ്ങ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാനിവിടെ 1/4 മുറി തേങ്ങ മാത്രമാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായി മയത്തിൽ കുഴച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ വേണം കുഴച്ചെടുക്കാൻ. ശർക്കര പാനിയിൽ തന്നെ ഇത് കുഴച്ചെടുക്കാം. ഇതിലേക്ക് 1/4 സ്പൂൺ ജീരകപ്പൊടി, 1/4 സ്പൂൺ ഏലക്കാപ്പൊടി, മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 നുള്ളു ഉപ്പ്. ഇവ ചേർത്തതിന് ശേഷം നമ്മൾ ശർക്കര പാനി ഒഴിച്ച് നല്ല മയത്തിൽ തന്നെ കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് നമ്മൾ ഈ അടയ്ക്കുണ്ടായിരിക്കും. അധികം ടൈറ്റ് ആകാതെ ലൂസ് പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. നമ്മൾ ഇലയിലേക്ക് ചേർത്തതിന് ശേഷം ഇലയിൽ കൈകൊണ്ട് പരത്തേണ്ട ആവശ്യമില്ല. ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ അട പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അല്പം കൂടി ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനി ആദ്യം ഒഴിക്കുമ്പോൾ ചൂടോടെ തന്നെ ഒഴിക്കണം. ഈ പരുവത്തിൽ വേണം മാവ്. നല്ല ചൂടോടെ തന്നെ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിക്കുമ്പോൾ പൊടിക്ക് നല്ല മയം കിട്ടും. ഇനി പൊടി ഇലയിലേക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. പരത്തൊന്നും വേണ്ട. ഇതുപോലെ പ്രസ് ചെയ്തെടുത്താൽ നമ്മുടെ അടയുടെ തയ്യാറായിട്ടുണ്ടാകും. ഇതുപോലെ എല്ലാ അടയും ഉണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ഇഡ്ഡലിച്ചെമ്പിൽ ആവിയിൽ വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാ അടയും ഞാൻ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ്. കാരണം ഇതുപോലെ പ്രസ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഓരോന്നോരോന്നായി പരത്തേണ്ട ആവശ്യമില്ല. ഒരുപാട് ലൂസായി പോകരുത്. ഒരുപാട് പൊടി ലൂസായി പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പ്രസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല. എന്നാൽ ഒരുപാട് ടൈറ്റാകുകയും ചെയ്ത് ഒരുപാട് പൊടി ടൈറ്റായി കഴിഞ്ഞാൽ അട ഹാർഡായി പോകും. അതുകൊണ്ടാണ് ഒരുപാട് ടൈറ്റ് ആകരുതെന്ന് പറയുന്നത്. ഇത് ഇഡ്ഡലിച്ചെമ്പിൽ ആവിയിൽ വെച്ചൊന്ന് 1/2 മണിക്കൂർ നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായ ചക്ക കൊണ്ടുള്ള ഇലയട ഇവിടെ തയ്യാറാണ്. അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കണേ.